നമസ്കാരം. KSN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ആദ്യ മാതൃകാ ബഡ്സ് സ്കൂൾ പെരിയയിൽ കെട്ടിടോദ്ഘാടനം നവംബർ 4 മുഖ്യമന്ത്രി നിർവഹിക്കും. സംഘശക്തി വിളിച്ചോതി മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് കാഞ്ഞങ്ങാട്. അണങ്കൂരിലെ ജനവാസ കേന്ദ്രത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം ശക്തം. അനിശ്ചിതകാല സമരവുമായി മദ്യശാല വിരുദ്ധ സമിതി. ഫിലിം സൊസൈറ്റികളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന ചലച്ചിത്രമേള. തുറമുഖ വകുപ്പിന് കീഴിലെ കടവുകളിൽ നിന്നും ഇനി മണലെടുക്കാം. നിരോധന ഉത്തരവ് നീക്കിയതായി ജില്ലാ കലക്ടർ. പുത്തിക ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിനെ ഭരണസമിതി അവഗണിക്കുന്നതായി ആക്ഷേപം. പഞ്ചായത്ത് ഭരണം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് വാർഡ് മെമ്പർ EK മുഹമ്മദ് കുഞ്ഞി. കർഷക തൊഴിലാളി ഫെഡറേഷൻ BMS സംസ്ഥാന സമ്മേളനം നവംബർ 5, 6 തീയതികളിൽ കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഗൾഫിലേക്ക് കഞ്ചാവ് കൊടുത്തയക്കാൻ ശ്രമിച്ച കേസ് പ്രതികളായ 2 പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച മഹാത്മാ മാതൃക ബഡ്സ് സ്കൂൾ കെട്ടിടോദ്ഘാടനം നവംബർ 4 പെരിയ ചാലിങ്കാലിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഡ്സ് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ കലക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന സംസ്ഥാനത്തെ ആദ്യ മാതൃകാ ബഡ്സ് സ്കൂളാണ് പെരിയയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. പെരിയ ചാലിങ്കാൽ മൊട്ടയിൽ നവംബർ 4 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്കൂളിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നബാർഡ് RIDF എൻഡോസൾഫാൻ സ്പെഷ്യൽ പാക്കേജിൽ ഉൾപ്പെടുത്തി 1.45 കോടി രൂപ ചിലവിലാണ് മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സൗകര്യങ്ങളോടെ മാതൃകാ ബഡ് സ്കൂൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ K. ജീവൻ ബാബു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ മാസം 4 തീയതി രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളുടെ പെരിയ മഹാത്മാ മാതൃകാ ബഡ് സ്കൂളിൻ്റെ ഉദ്ഘാടനമാണ് രാവിലെ 11 മണിക്ക് നടക്കുന്നത്. നബാർഡ് RIDFിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ട് നബാർഡിൻ്റെ സഹായത്തോടു കൂടി പണിതീർത്ത ബിൽഡിങ്ങിലാണ് നമ്മളുടെ ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏകദേശം 1.45 കോടി രൂപ ചെലവിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ MCRCയുടെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു കെട്ടിടത്തിലാണ് നമ്മളിതാകുന്നത്. ചടങ്ങിൽ K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിക്കും. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ, ആരോഗ്യ സാമൂഹ്യ വകുപ്പ് മന്ത്രി K. ശൈലജ ടീച്ചർ, P. കരുണാകരൻ MP തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പുല്ലൂർ പെരിയ ബഡ് സ്കൂളിലെ കുട്ടികളും പഞ്ചായത്ത് പരിധിയിലെ മറ്റു കുട്ടികളുമാണ് ഈ സ്കൂളിൽ എത്തിച്ചേരുന്നത്. വാർത്താ സമ്മേളനത്തിൽ കലക്ടർക്ക് പുറമെ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S. നായർ, ADM K. അംബുജാക്ഷൻ, ഡെപ്യൂട്ടി കളക്ടർ KR. രവീന്ദ്രൻ, സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ B. മുഹമ്മദ് അഷീൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ രാമൻ, സ്വാതി വാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 11ാം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് കൊടിയുയർന്നു. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 600ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ശൗചാലയങ്ങൾ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് സുഭാഷിണി അലി പറഞ്ഞു. നരേന്ദ്രമോദി ശൗചാലയ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നടപ്പിൽ വരുത്തി കേരള സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുകയാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. ആകാശ് കൺവെൻഷൻ സെന്ററിലെ സമ്മേളന നഗരിയിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. They are attacked, they are raped, they are abused, stones are thrown on them. Every day they have to face humiliation because there is no toilet in their house. Narendra Modi is talking about toilets, but Pinarayi Vijayan is making them. Kerala government is making them. I think in Kerala in the last 4 or 5 months, more toilets have been constructed than in the whole of India put together in 1 year. This is something to be proud of, and we must tell everybody about this achievement because it is very crucial to the well-being and to the safety and security of women. സംസ്ഥാന പ്രസിഡന്റ് TN സീമ അധ്യക്ഷയായി.
ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ, പി.കെ. ശ്രീമതി ടീച്ചർ MP, മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ പി. കരുണാകരൻ MP സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിന് ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് കലാസന്ധ്യ അരങ്ങേറും. മന്ത്രി കെ ശൈലജ ടീച്ചർ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. കന്നഡ സാഹിത്യകാരി ബാനു മുക്താഷ് മുഖ്യാതിഥിയാവും. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീശ്ചന്ദ്രൻ സുവനീർ പ്രകാശനം നടത്തും. തുടർന്ന് കലാപരിപാടികൾ നടക്കും. നവംബർ 4 വൈകിട്ട് 3 മണിക്ക് കോട്ടച്ചേരിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ 1,00,000 ലക്ഷം വനിതകൾ പങ്കെടുക്കും. പൊതുസമ്മേളനം ടൗൺഹാൾ പരിസരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബിവറേജിന്റെ ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനെതിരെ അണങ്കൂരിൽ നാട്ടുകാർ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. മദ്യശാല വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്. IC ഭണ്ഡാരി റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് അണങ്കൂരിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചതിനെതിരെയാണ് നാട്ടുകാർ സമരവുമായി രംഗത്ത് വന്നത്. മദ്യശാല വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് വൻ പിന്തുണയാണ് വിവിധ കോണുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച നടന്ന സമരം BJP സംസ്ഥാന സമിതി മെമ്പർ രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. ಇಷ್ಟೆಲ್ಲ ಜನಸಮೂಹ ಸೇರಿಕೊಂಡು ಅತ್ಯಂತ ವ್ಯಾಪಕವಾಗಿ ಇಲ್ಲಿಗೆ ಈ ಮದ್ಯದಂಗಡಿ ಬೇಡ ಎಂಬ ಆ ಕಲ್ಪನೆಯಲ್ಲಿ ಮುಂದುವರಿಯುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ನಾಳೆ ದಿವಸ ಎಲ್ಲ ರಾಜಕೀಯ ಪಕ್ಷದವರು ಕೂಡ ಚಿಂತನೆ ಮಾಡಿಕೊಳ್ಳಬೇಕು, ಅಥವಾ ಇಲ್ಲಿ ಅಧಿಕಾರಿಗಳು ಕೂಡ ಚಿಂತನೆ ಮಾಡಿಕೊಳ್ಳಬೇಕು. ಮಹಾತ್ಮ ಗಾಂಧೀಜಿಯವರು ಒಂದು ಮಾತನ್ನು ಹೇಳಿದ್ರು, ಸ್ವಾತಂತ್ರ್ಯ ಸಂಗ್ರಾಮ ನಡೆಯುತ್ತಿರುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಬೇರೆ ಬೇರೆ ರೀತಿಯಲ್ಲಿ ಭಾರತ ದೇಶದ ಸ್ವಾತಂತ್ರ್ಯ ಹೋರಾಟಗಾರರನ್ನು ಗಮನಿಸಲಿಕ್ಕೆ ಪ್ರಯತ್ನಿಸುವಂತ ಸಂದರ್ಭದಲ್ಲಿ ಅವರು ಇಂಗ್ಲಿಷರಿಗೆ ನೀಡಿದಂತ ಕರೆ, ಅವರಿಗೆ ಕೊಟ್ಟಂತ ಮುನ್ನೆಚ್ಚರಿಕೆ ಏನೆಂದ್ರೆ, ನೀವು ಯಾವ ರೀತಿಯ ಪ್ರಯತ್ನ ಬಂದರೂ ಇಡೀ ಸಮೂಹ ಎದ್ದು ನಿಂತರೆ, ಆ ಜನಸಮೂಹ ಎದ್ದು ನಿಂತರೆ ಆ ಜನಸಮೂಹದ ವಿರುದ್ಧ ನಿಲ್ಲುವಂತ ಯಾವುದೇ ಕಾನೂನು, ಯಾವುದೇ ಅಧಿಕಾರ ಇಲ್ಲಿ ಇಲ್ಲ ಎಂಬುದನ್ನು ಅವರು ಸಾರಿ ಹೇಳಿದರು, ಆವತ್ತು ಸಾಧಿಸಿ ತೋರಿಸಿದರು. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ കഴിഞ്ഞയാഴ്ച നിറയെ മദ്യലോഡുമായി വന്ന ലോറിയെ നാട്ടുകാർ തടഞ്ഞിരുന്നു. തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ പ്രചാരണാർത്ഥമുള്ള സഞ്ചരിക്കുന്ന ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. കേരള ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിലാണ് സഞ്ചരിക്കുന്ന ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. നഗരസഭ വനിതാ ഹാളിൽ നടന്ന സഞ്ചരിക്കുന്ന ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അംബിക സുധൻ മാങ്ങാട് നിർവഹിച്ചു. നമ്മുടെ ഒരു കേരളത്തിൽ 70കളിലും 80കളിലും ഒക്കെ അതിശക്തമായിരുന്ന അത്തരം ഒരു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അത്ര സജീവമായിട്ട് നമുക്കില്ല, അത്ര സജീവമായിരുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ ഡിഗ്രി പഠിക്കുന്ന കാലത്തൊക്കെ ഇവിടെ വന്ന് കാസർഗോഡ് മുരളി മാഷും വത്സ മാഷും ഒക്കെ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിലിരിക്കുന്ന മിക്കവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ നടന്നിരുന്ന ഫിലിം സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നടന്നിരുന്ന 100 കണക്കിന് പ്രദർശനം, മോണിക്കാമറും ബൈസിക്കിൾ തീവ്സും, ഒരുപാട് സിനിമകൾ, ചാപ്ലിൻ്റെ സിനിമകളും ഒക്കെ, എത്രയോ ക്ലാസിക് സിനിമകൾ മുഴുവൻ കണ്ടിട്ടുള്ള ഒരു സ്ഥലം കാസർഗോഡ് ഈ ഫിലിം സൊസൈറ്റിയിൽ. നവംബർ 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ചലച്ചിത്രമേള എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. കേരള ചലച്ചിത്ര അക്കാദമിയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ പ്രചരണാർത്ഥമാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജയരാജ് സംവിധാനം ചെയ്ത് നിരവധി രാജ്യാന്തര മേളകളിൽ മുക്തകണ്ഠം പ്രശംസ ഏറ്റുവാങ്ങിയ ഒറ്റാൽ എന്ന ചിത്രം പ്രദർശിപ്പിച്ചു. TMA കരീം, ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് ചൊക്ലി, C മോഹനൻ, മധു ജനാർദ്ദനൻ, PV ജയരാജൻ, മധു S നായർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാനഗർ ചിന്മയ തേജസ് ഹാൾ, NA മോഡൽ സ്കൂൾ എന്നിവിടങ്ങളിലും ഒറ്റാൽ പ്രദർശിപ്പിച്ചിരുന്നു. അനധികൃത മണലെടുപ്പ് കർശനമായി തടയുമെന്ന ഉറപ്പിൽ ജില്ലയിലെ തുറമുഖ വകുപ്പിന് കീഴിലുള്ള കടവുകളിൽ നിന്ന് മണലെടുപ്പ് നിരോധിച്ചുള്ള ഉത്തരവ് ജില്ലാ കലക്ടർ പിൻവലിച്ചു. ജനപ്രതിനിധികളുടെയും തുറമുഖ കടവുകളിലെ സൊസൈറ്റി, ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെയും തുറമുഖ റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഈ തീരുമാനം. തുറമുഖ വകുപ്പിന് കീഴിലുള്ള കടവുകളിൽ ക്യാമറ സ്ഥാപിക്കും. കരയിടിച്ചുള്ള അനധികൃത മണലെടുപ്പ് കർശനമായി തടയും. മണൽ ബുക്കിംഗ് സുതാര്യമല്ലെന്ന പരാതി പരിഗണിച്ച് ബുക്ക് ചെയ്തവരുടെ വിവരങ്ങൾ കലക്ടർക്ക് ലഭ്യമാക്കാനും നിർദ്ദേശം നൽകി. അനുവദിച്ച പാസിൽ കൂടുതൽ ലോഡ് കടത്തിയാൽ ബന്ധപ്പെട്ട സൊസൈറ്റികൾക്കെതിരെ നടപടി സ്വീകരിക്കും. പ്രാദേശിക തലത്തിൽ കടവുകളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, തഹസിൽദാർ, CI, സൊസൈറ്റി പ്രതിനിധികളും പോർട്ട് ഓഫീസ് പ്രതിനിധികളടങ്ങിയ കമ്മിറ്റി ഓരോ കടവിലും 2 മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് തീരുമാനങ്ങൾ കലക്ടറെ അറിയിക്കും. 12 തുറമുഖങ്ങളാണ് ജില്ലയിലുള്ളത്. പ്രതിദിനം 6250 ലോഡ് മണലാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ നാളുകളായി മണലിനായി ബുദ്ധിമുട്ടുന്നവർക്ക് ചെറിയൊരാശ്വാസമായിരിക്കുകയാണ്.
പുത്തിക ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡായ സീതാങ്കോടിയിൽ ഒരു വികസനവും ഭരണപക്ഷം നടത്തുന്നില്ലെന്ന് വാർഡ് മെമ്പർ EK മുഹമ്മദ് കുഞ്ഞി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വാർഡിനെ പാടെ അവഗണിക്കുന്ന സമീപനമാണ് ഭരണപക്ഷത്തു നിന്നും ഉണ്ടാകുന്നതെന്നും മുഹമ്മദ് കുഞ്ഞി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് സീതാങ്കോടിയിലേക്ക് അനുവദിച്ച സെക്ഷൻ ഓഫീസിന്റെ പണി പൂർത്തിയായിട്ടും ഇതേവരെയും ഉദ്ഘാടനം ചെയ്യാതെ നിർത്തിവെക്കുന്നത് ഭരണസമിതിയുടെ കഴിവുകേടാണെന്ന് പുത്തിക ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ EK മുഹമ്മദ് കുഞ്ഞി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിനെല്ലാം ഞാൻ ഈ അഴിമതിനും മറ്റെല്ലാത്തിനും ഞാൻ എതിർക്കുന്നത് കൊണ്ട് എൻ്റെ സീതാങ്കോടിയിൽ ഞാൻ സ്വതന്ത്രമായിട്ട് ജയിച്ച ഒരു മെമ്പറാണ്. എൻ്റെ വാർഡിലൊക്കെ ഒരു ഫണ്ടേ തന്നിട്ടില്ല. ഇതെല്ലാം എതിർക്കുന്നത് കൊണ്ട് ഇതെല്ലാമാണ് പ്രശ്നം. മാവേലി സ്റ്റോർ അന്ന് ഞാൻ ഒരു സാധാരണ ഒരു പ്രവർത്തനമായിട്ട് നമ്മളേക്ക് സീതാങ്കോളി പുത്തിക പഞ്ചായത്തിൽ മാവേലി സ്റ്റോറിലായിട്ട് പല പ്രാവശ്യം അവരോട് ബന്ധപ്പെട്ടിരുമ്പോൾ അവർ അന്ന് പറഞ്ഞത് ഇവിടെ സ്ഥലമില്ല, സൗകര്യമില്ലെന്ന്. ഇന്ന് ഞാൻ മെമ്പറായിട്ട് എൻ്റെ വാർഡിൽ ടൗണിൽ തന്നെ 500 സ്ക്വയർ ഫീറ്റിൻ്റെ റൂം മാസത്തിൽ 9,000 രൂപ വാടകയ്ക്ക് അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർ ഇപ്പോൾ പറയുന്ന ഫണ്ടില്ല എന്നാണ്. UDF മെമ്പർ ഭരിക്കുന്ന സീതാങ്കോളിയോട് തികഞ്ഞ അവഗണനയാണ് ഭരണസമിതി കാണിക്കുന്നത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ലോകബാങ്കിൽ നിന്നും 4 കോടി രൂപ ലഭിക്കുമ്പോൾ പുത്തിക പഞ്ചായത്തിന് വെറും 17 ലക്ഷം രൂപയാണ് ലഭിച്ചത്. മാവേലി സ്റ്റോർ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് കെട്ടിടം തയ്യാറാക്കി നൽകുമ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അധികൃതർ ചെയ്യുന്നതെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ EK മുഹമ്മദ് കുഞ്ഞിക്ക് പുറമെ റഫീഖ് കണ്ണൂർ, KPM റഫീഖ് കുറുമി, റാബിർ കാടൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ BMS സംസ്ഥാന സമ്മേളനം നവംബർ 5, 6 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനം BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രാജീവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലിത്തറ പൂങ്കാവനം സഭാ മണ്ഡപം ഓഡിറ്റോറിയത്തിലാണ് 4ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. BMSന്റെ നേതൃത്വത്തിലാണ് സമ്മേളനം നടക്കുന്നത്. കർഷക തൊഴിലാളികളും കർഷകരും നേരിടുന്ന വെല്ലുവിളികൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും. BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രാജീവൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് മാവുങ്കാൽ നെല്ലിത്തറ പൂങ്കാവനം സഭാമണ്ഡലത്തിൽ വെച്ച് വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. BMSന്റെ നേതൃത്വത്തിലുള്ള കേരള സംസ്ഥാന കർഷക തൊഴിലാളി ഫെഡറേഷന്റെ 4ാം സംസ്ഥാന സമ്മേളനമാണ് നടത്താൻ പോകുന്നത്. 2016 നവംബർ 5, 6 തീയതികളിൽ വെച്ചാണ് നടത്തുന്നത്. അഡ്വക്കേറ്റ് P മുരളീധരൻ അധ്യക്ഷനാവും. ഗോപാലൻ നായർ, V രാധാകൃഷ്ണൻ, ശിവജി സുദർശനൻ തുടങ്ങിയവർ സംസാരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കൃഷി ഗ്രാമീൺ മസ്ദൂർ മഹാസംഘ് അഖിലേന്ത്യാ സെക്രട്ടറി P ഗോപാലൻ നായർ, BMS ജില്ലാ വൈസ് പ്രസിഡന്റ് T കൃഷ്ണൻ കേളോത്ത്, AV ഗിരീഷ് കുമാർ, N നാരായണൻ, സത്യനാഥ്, BMS ജില്ലാ സെക്രട്ടറി ബാബു മാവുങ്കാൽ, V ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗൾഫിലേക്ക് പോകുന്ന യാത്രക്കാരന്റെ കയ്യിൽ കഞ്ചാവ് കൊടുത്തയക്കാൻ ശ്രമിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഗൾഫിലേക്ക് പോകുന്നയാളുടെ കൈവശം ഭക്ഷണമാണെന്ന വ്യാജേന കഞ്ചാവ് കൊടുത്തയക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉപ്പള ബപ്പായി തൊട്ടിയിലെ മുഹമ്മദ് അഷ്റഫ്, ഉപ്പള മണിമുണ്ടയിലെ അൻവർ അഹമ്മദ് എന്നിവരെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൌക്കി കമ്പാർ സ്വദേശിയായ യുവാവിന്റെ കൈവശമാണ് കഞ്ചാവ് കൊടുത്തയക്കാൻ ശ്രമം നടത്തിയത്. ഗൾഫിലുള്ള കമ്പാർ സ്വദേശിയുടെ ബന്ധുവിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാണ് പാഴ്സൽ ഏൽപ്പിച്ചത്. സംശയം തോന്നിയ കമ്പാർ സ്വദേശി പാഴ്സൽ തുറന്നു നോക്കിയപ്പോഴാണ് റസ്കിനടിയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് ഗൾഫിലേക്ക് തന്നയച്ച പാഴ്സൽ ഒഴിവാക്കി യാത്ര തുടർന്നു. പിന്നീട് പോലീസിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് അഷ്റഫിനെയും അൻവർ മുഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം തുമിനാട്ടിൽ കാറ് ബൈക്കിലിടിച്ച് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബുധനാഴ്ച 2:30 മണിയോടെയായിരുന്നു അപകടം നടന്നത്. മഞ്ചേശ്വരം ഉദ്യാവര മാട ദേശീയപാതയിലാണ് അപകടം നടന്നത്. തുമിനാട് സ്വദേശിയായ ജഗദീഷിനാണ് പരിക്കേറ്റത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിനെയാണ് കാറ് ഇടിച്ച് തെറിപ്പിച്ചത്. അമിത വേഗതയിൽ വന്ന കാറ് മറ്റൊരു കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്നും വരുന്ന ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജഗദീഷ് ദൂരേക്ക് തെറിച്ചു വീണു. കാറിനടിയിൽപ്പെട്ട ബൈക്ക് മാറ്റാൻ ഏറെ സമയമെടുത്തു. ഇതേ തുടർന്ന് ഇവിടെ കുറേ നേരം ഗതാഗത തടസ്സമുണ്ടായി. തലപ്പാടി ഭാഗത്തു നിന്നും വരുന്ന കാറാണ് അമിത വേഗത്തിൽ വന്നിടിച്ചത്. ജഗദീഷിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാവിഭാഗ കൂട്ടായ്മയായ ജനകീയ സംഗീത പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കലാകാര സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കലാകാരന്മാരുടെ സംഗമവും നടന്നു.
പരിപാടിയുടെ ഭാഗമായി ജനകീയ സംഗീത പ്രസ്ഥാനം റവന്യൂ ജില്ലാ തലത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് വിഷ്ണുമംഗലം ഗോവിന്ദമാരാർക്ക് കുട്ടികൾ തന്നെ സമ്മാനിച്ചു. ഉമേഷ് കാസർഗോഡ്, ലക്ഷ്മീഷ് ആചാര്യ, KT ജയരാമൻ, കെരമനെ മൻമോഹൻ, NK ശിവപ്രസാദ്, AS മുരളീധരൻ എന്നീ കലാപ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. കലാകാരന്മാരെ ബഹുമാനിക്കുന്നതിനും കുട്ടികളിലെ സർഗവാസനയെ വളർത്തിയെടുക്കുന്നതിനുമായി സംഗീതാധ്യാപകൻ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിന്റെ നേതൃത്വത്തിൽ രൂപമെടുത്തതാണ് ജനകീയ സംഗീത പ്രസ്ഥാനം. PTA പ്രസിഡന്റ് നാഗേഷ് തെരുവത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് K വിശാലാക്ഷി, അനിൽ മാസ്റ്റർ, കാർത്യായനി ടീച്ചർ, സ്കൂൾ ലീഡർ ആയിഷ, സ്കൂൾ ചെയർപേഴ്സൺ അശ്വിനി, MS ഇന്ദുലേഖ, T വിഷ്ണുമായ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ശ്രീരാമ ലോവർ പ്രൈമറി സ്കൂൾ സ്ഥാപകനായ മീനാർ പക്കീർ ഷെട്ടിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നിർമ്മിച്ച രാഗമണ്ഡപവും കോൺഫറൻസ് ഹാളും നവംബർ 5-ാം തീയതി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. MBS എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് മീനാർ പസീർ ഷെട്ടിയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി കോൺഫറൻസ് ഹാളും രാഗമണ്ഡപവും നിർമ്മിച്ചത്. നവംബർ 5-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഇവയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മഞ്ചേശ്വരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ಜನ್ಮಶತಾಬ್ದಿ ಅಂಗವಾಗಿ ನೂತನ ರಂಗಮಂಟಪ ಮತ್ತು ಸಭಾಂಗಣದ ಉದ್ಘಾಟನೆ 5ನೇ ತಾರೀಕು ನಡೆಯಲಿದೆ. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിക്കും. ഗുരുദേവാനന്ദ സ്വാമി ഒടിയൂർ മുഖ്യപ്രഭാഷണം നടത്തും. കർണാടക ആരോഗ്യമന്ത്രി രാമനാഥ റായ്, മംഗലാപുരം MP നളിൻകുമാർ കട്ടിൽ, BJP സംസ്ഥാന സമിതി അംഗം രവീശ് തന്ത്രി കുണ്ടാർ, കൃഷ്ണമൂർത്തി പുതുക്കോളി, മാധ്യമപ്രവർത്തകൻ മലർ ജയരാമ റായ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ബാലകൃഷ്ണ ഷെട്ടി, അശോക് കുമാർ വള്ള, K യൂസഫ്, രാധാകൃഷ്ണ തുങ്ക, മോഷിത തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പള മണിമുണ്ട ബ്രദേഴ്സ് സംഘടിപ്പിക്കുന്ന മാരത്തോൺ മത്സരങ്ങൾ നവംബർ 10 മുതൽ 14 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി എല്ലാ പ്രായത്തിലുള്ളവർക്കും വേണ്ടി വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1990 സ്ഥാപിതമായ മണിമുണ്ട ബ്രദേഴ്സ് ക്ലബ് നിരവധി സാമൂഹ്യ കാരുണ്യ സാംസ്കാരിക കലാരംഗത്ത് നിറസാന്നിധ്യമാണ്. ഉപ്പളയിലെ യുവാക്കളെ നേർവഴിയിലേക്ക് നയിക്കാൻ നിരവധി ബോധവൽക്കരണ പരിപാടികളും ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 26ാം വാർഷികം ആഘോഷിക്കുന്ന ബ്രദേഴ്സ് ക്ലബ് ആതിഥ്യമരുളുന്ന മണിമുണ്ട മാരത്തോൺ നവംബർ 10 മുതൽ 14 വരെ നടക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ മഞ്ചേശ്വരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ അവിടെയുള്ള കുട്ടികൾ മണിമുണ്ട ചിൽഡ്രൻസ് ഫെസ്റ്റ്, അതേപോലെ ലേഡീസിനും മെഹന്തി കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഫുഡ് വിതൗട്ട് ഫ്ലെയിം എന്ന് വേറെ വേറെ വ്യത്യസ്ത രീതിയിലുള്ള ഇതാക്കിയിട്ട് ഇപ്രാവശ്യം അതൊന്നും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോയിട്ട് 40 വർഷത്തിന് മുകളിലുള്ള സീനിയർ ആൾക്കാർക്ക് സീനിയർ പീപ്പിൾസ് മാരത്തോൺ എന്ന് കൂടി വെച്ചിട്ടുണ്ട്. അതിലെ അട്രാക്ഷന് വേണ്ടി ആരെങ്കിലും പുറത്തുനിന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് പ്രൈസ് പോലും വെച്ചിട്ടുണ്ട്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായും കുട്ടികൾക്കായും നിരവധി കായിക മത്സരങ്ങളും നടത്തപ്പെടും. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, വോളിബോൾ, റിലേ, കബഡി എന്നിവയ്ക്ക് പുറമെ സ്ത്രീകൾക്കായി മൈലാഞ്ചിയിടൽ മത്സരവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് നവാസ്, അസീം മണിമുണ്ട, മുഹമ്മദ് അഫ്രീദ്, അഫ്സൽ, മുഹമ്മദ് ഇബ്ലീസ്, സഫറുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. നീലേശ്വരം പടിഞ്ഞാറ്റൻകോവിലെ NSS ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം നടന്നത്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 29ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 29ാം ജില്ലാ സമ്മേളനത്തിന് നീലേശ്വരം പടിഞ്ഞാറ്റൻകൊഴുവിൽ തുടക്കമായി. പടിഞ്ഞാറ്റൻകൊഴുവിൽ NSS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് രാവിലെ പതാക ഉയർത്തിയതോടെ തുടക്കമായി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി P തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കൊട്ടോടി അധ്യക്ഷത വഹിച്ചു. V പ്രസന്നൻ, V കുമാരൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. അനിൽകുമാർ, ബെന്നി, VV പ്രസന്നൻ, A സോമരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
ഭാരത് ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. പുതിയകോട്ട ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപത്തെ കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഭാരത് ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി കെ ദാമോദരൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളുടെ ലംഘനം മനുഷ്യാവകാശ ലംഘനമാണ്. പക്ഷേ നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധമായിരിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു ജനങ്ങളെ സൃഷ്ടിക്കാൻ പറ്റൂ. ആ ശുദ്ധമായ വായു നമുക്ക് പ്രദാനം ചെയ്യാൻ നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. പ്രസിഡന്റ് എ ഹമീദ് ഹാജി അധ്യക്ഷനായി. നാഷണൽ ചെയർമാൻ മനു സി മാത്യു ID കാർഡ് വിതരണം ചെയ്തു. എറണാകുളം ജില്ലാ സെക്രട്ടറി ലാലാജി മുഖ്യാതിഥിയായിരുന്നു. സലാം പുഞ്ചാവി, സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഷ്യൂ പ്ലാന്റേഷൻ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ INTUC കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഫെഡറേഷന്റെ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. മുൻ MLA PJ ജോയ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ കറണ്ട് നോട്ടിഫിക്കേഷന് പരാതി കൊടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം റബ്ബർ വെട്ടുന്ന, ഇവിടെ റബ്ബർ തൊഴിലാളികളാണ് കൂടുതലെന്നുള്ളതുകൊണ്ട് ആ കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. റബ്ബർ വെട്ടുന്ന ഇതിൻ്റെ മരത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു. മരത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും 300 മരം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ റബ്ബർ എസ്റ്റേറ്റ്, ഇവിടെ ഉള്ളത് കാഷ്യൂ പ്ലാന്റേഷനാണ്. റബ്ബർ എസ്റ്റേറ്റിൽ 375 മരം. HML പോലുള്ള ചില സ്ഥലങ്ങളിൽ 400 മരം. ജില്ലാ പ്രസിഡന്റ് PG ദേവ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് MC ജോസ്, അനിൽകുമാർ, KN സുരേന്ദ്രൻ നായർ, PK പ്രസന്നകുമാർ, TV കുഞ്ഞിരാമൻ, O വിജയൻ, അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ, VV ചന്ദ്രൻ, BC കുമാരൻ, ഷാജി സെബാസ്റ്റ്യൻ, KJ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഷ്യൂ പ്ലാന്റേഷൻ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. 6 പതിറ്റാണ്ടിന്റെ ചരിത്രവുമായി ചെറുവത്തൂർ ഫിഷറീസ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. ചരിതം എന്ന പേരിലായിരുന്നു ചരിത്ര പ്രദർശനം. കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചരിതം 60 വർഷങ്ങൾ താളുകളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചത്. സ്കൂൾ NSS യൂണിറ്റ്, സൗഹൃദ ക്ലബ്ബ്, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. PTA പ്രസിഡന്റ് TV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ AEO TM സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. VV ചന്ദ്രൻ, V പവിത്രൻ, TK പുഷ്പ, K പത്മനാഭൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. VK രാജേഷ് സ്വാഗതവും R രതീഷ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ആദ്യ മാതൃകാ ബഡ്സ് സ്കൂൾ പെരിയയിൽ കെട്ടിടോദ്ഘാടനം നവംബർ 4 മുഖ്യമന്ത്രി നിർവഹിക്കും. സംഘശക്തി വിളിച്ചോതി മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് കാഞ്ഞങ്ങാട്. അണങ്കൂരിലെ ജനവാസ കേന്ദ്രത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം ശക്തം. അനിശ്ചിതകാല സമരവുമായി മദ്യശാല വിരുദ്ധ സമിതി. ഫിലിം സൊസൈറ്റികളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ചലച്ചിത്ര അക്കാദമി. അക്കാദമിയുടെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന ചലച്ചിത്രമേള. തുറമുഖ വകുപ്പിന് കീഴിലെ കടവുകളിൽ നിന്നും ഇനി മണലെടുക്കാം. നിരോധന ഉത്തരവ് നീക്കിയതായി ജില്ലാ കലക്ടർ. പുത്തിക ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിനെ ഭരണസമിതി അവഗണിക്കുന്നതായി ആക്ഷേപം. പഞ്ചായത്ത് ഭരണം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് വാർഡ് മെമ്പർ EK മുഹമ്മദ് കുഞ്ഞി. കർഷക തൊഴിലാളി ഫെഡറേഷൻ BMS സംസ്ഥാന സമ്മേളനം നവംബർ 5, 6 തീയതികളിൽ കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഗൾഫിലേക്ക് കഞ്ചാവ് കൊടുത്തയക്കാൻ ശ്രമിച്ച കേസ് പ്രതികളായ 2 പേർ അറസ്റ്റിൽ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്.
കാണുക www.kaserkodchannel.com.